നമ്മുടെ Next.jsന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എബിലിറ്റി ടു പെർഫോം ഫുൾ സ്റ്റാക്ക് ആപ്പ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ Next.jsലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഫുൾ സ്റ്റാക്ക് ലെവലിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് അവർ സാധ്യമാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വേർഷൻ 9 മുതൽ Next.jsന്റെ വേർഷൻ 9 മുതൽ അവർ നമുക്ക് API റൗട്ട്സ് അവർ എനേബിൾ ചെയ്തു. അപ്പോൾ ഈ API റൗട്ട്സ് എനേബിൾ ചെയ്തത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സെർവർലെസ് ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും എന്താണ് ഈ സെർവർലെസ് ഫങ്ഷൻസ്, Next.js തരുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഡേറ്റ റിക്വസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. പക്ഷേ അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ ആ ഒരു പ്രാക്ടിക്കലിലേക്ക് കടക്കുമ്പം നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ API റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം ഈസിയാണ്. അതും ഒരു ഫയൽ ബേസ്ഡ് റൗട്ടിങ്ങിനെ പോലെ തന്നെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പം മുമ്പേ കണ്ടതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ഒരു ആപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടല്ലേ. അപ്പോൾ ആ ഫോൾഡറിനകത്ത് എനിക്കിപ്പം ഒരു എബൌട്ട് ഉണ്ട്, ഒരു സർവീസസ് ഉണ്ട്. ഇനി എനിക്കൊരു API റൗട്ട് നമ്മുടെ സർവീസസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നമ്മുടെ ഈ സർവീസസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് വന്നിട്ട് നിങ്ങളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിനെ നമ്മൾ route.js എന്നുള്ള പേര് വിളിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ API റൗട്ടും എനേബിൾ ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമുക്ക് Next.jsലൂടെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ.